അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്നുകൊണ്ട്, മരണത്തെ പേടിക്കാതെ അവസാനത്തുള്ള രക്തം വരെ മനുഷ്യനായി കടന്നു വന്ന് നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് സകലതും നിവൃത്തിയായി മാനവരക്ഷയ്ക്ക് എന്ന് ഉറച്ചുകൊണ്ട് ജീവൻ തന്ന കർത്താവ് നമ്മുടെ രക്ഷിതാവായിട്ടുണ്ട്. അവൻ്റെ ജീവൻ തന്ന് തന്നേക്കാളധികം നമ്മെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തെ പ്രദർശിപ്പിക്കപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ജന്മം പ്രാപിച്ചവരാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൻ്റെ സൈറ്റിൽ. Greetings to all of you in the precious name of our Lord and Savior Jesus Christ. ഞാൻ ഇന്ന് വായിച്ച് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്നാണ്. From the book of Deuteronomy chapter 8 verse 3. 8:3. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് അവരെ പോഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവവചനം ജീവമന്ന എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദൈവവചനമാകുന്ന ജീവമന്ന. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ഒരു ചോദ്യം തന്നെ അഭിമുഖീകരിക്കുന്ന ജനത്തോട് ചോദിക്കുന്നുണ്ട്. സർവ്വലോകവും നേടിയാലും ഒരു മനുഷ്യന് തൻ്റെ ആത്മാവിനെ നേടുവാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ പ്രാധാന്യം കഴിഞ്ഞ ഒരു ദിവസം തിരുവചന ധ്യാനത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. വചനത്തിന് വലിയ പവറുണ്ട്, ശക്തിയുണ്ട്. ദൈവവചനം തേനിലും തേൻകട്ടയിലും ഉത്തമമാണ് എന്ന് സങ്കീർത്തനക്കാരൻ പാടിയിട്ടുണ്ട്. അത് വലിയ പവറുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം. യേശു 40 ദിവസം സ്നാനാനന്തരം ഉപവസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഉപവാസത്തിന് ശേഷം മരുഭൂമിയിലേക്ക് ചെല്ലുന്നു. സാത്താൻ കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് അടുത്തു വരും. യേശുവിന് നല്ലവണ്ണം വിശപ്പുണ്ട്. 40 ദിവസം ഉപവസിച്ചതിന് ശേഷം. ഇത് നമ്മൾ ചിന്തിച്ചതാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ യേശുവിനോട് അവൻ പിശാചി ചോദിക്കുന്നുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കിടക്കുന്ന കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക. വിശന്നിരിക്കുന്ന കർത്താവിനെ ടെംപ്റ്റ് ചെയ്യുക. അപ്പോൾ യേശു അവിടെ ഈ വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ വായിച്ച വേദഭാഗം അതെന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന്. പഴയ നിയമത്തിലും ദൈവം ശ്രമിച്ചത് എന്താണ്? മനുഷ്യനെ ബോധവൽക്കരിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തിനുള്ള പ്രാധാന്യം പോലെ തന്നെ ഈ ശരീരം ആരോഗ്യമായി സൂക്ഷിക്കാൻ നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളൊക്കെ ചിലരൊക്കെ ജിമ്മിലൊക്കെ പോകാറും അല്പമായിട്ടാണെങ്കിലും എക്സർസൈസ് ചെയ്യുകയും ചിലരൊക്കെ ദീർഘദൂരം നടക്കുകയും ഒക്കെ ചെയ്ത് ആരോഗ്യം സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. നല്ല കാര്യമാണ്. എന്നാൽ ശരീരം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നു നമ്മൾ ദൃശ്യീഭവിക്കാത്ത മനുഷ്യൻ്റെ മനസ്സ് എന്ന തലം. ആ മനുഷ്യൻ്റെ മനസ്സ് എന്ന തലത്തിന് ആരോഗ്യം ലഭിക്കേണ്ടതിനായിട്ട് നാം വല്ലതും ചെയ്യാറുണ്ടോ? ശരീരവും മനസ്സും പോലെ തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നാണ് ആത്മാവ്. ഈ ആത്മാവിൻ്റെ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് വേണ്ടി നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടോ? നാം ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം കൊണ്ട് പിശാചിനെ ജയിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. വചനം ശക്തമാണ്.
കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ നമ്മൾ പ്രപഞ്ചത്തെ കാണുന്നുണ്ട്. സൂര്യനെ, നക്ഷത്രങ്ങളെ, ഭൂമിയൊക്കെ നാം ദർശിക്കുന്നു. അങ്ങനെ ദർശിക്കുന്ന അഖിലാണ്ടങ്ങളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചത് വായിൻ വചനം കൊണ്ടാണ്. ഉണ്ടാകട്ടെ. അന്ധകാരപൂരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഭൂമിയെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നു, ലെറ്റ് ദെയർ ബി ലൈറ്റ്. അപ്പോൾ പ്രകാശം ഉളവാകുന്നു. വായ് കൊണ്ട് പ്രസ്താവിക്കുന്നത് ഉരുവാക്കുന്ന ദൈവമാണ് ശക്തനായ ദൈവം. ഹല്ലേലൂയ. അവൻ്റെ ശക്തി എത്രയോ വലുത്. ഹല്ലേലൂയ. മരുഭൂമിയിൽ നമ്മൾ കാണുന്നു, ഇസ്രായേൽ ജനം ഒരു വലിയ ജനസംഖ്യയുള്ള ആളുകളാണ്. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണമില്ലാതെ വരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷിക്കുവാൻ 40 വർഷം ദൈവം മന്ന കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെന്ത് അധ്വാനിച്ചാൽ ഇവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കാം? എന്നാൽ ഈ 40 ആണ്ട് അവരെ പോറ്റിയത് മനുഷ്യൻ്റെ അധ്വാന ഫലമായിട്ടല്ല, ദൈവം അവർക്ക് ദാനം നൽകിയ മന്ന കൊണ്ട് അവർ ജീവിക്കുന്നു. വെള്ളമില്ലാത്തടത്ത് പാറയടിക്കുമ്പോൾ വെള്ളം പുറപ്പെടുകയാണ്. മോശ പാറയെ അടിക്കുന്നു, വെള്ളം പുറപ്പെടുന്നു. അങ്ങനെ അവർക്ക് ഭക്ഷണവും പാനീയവും ലഭിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമാണ്. ദൈവം പറയുന്നത് അവൻ്റെ വചനത്താൽ നാം ജീവിക്കണം. ആത്മീയ ജീവിതം നയിക്കേണ്ടത് വചനത്താലാണ്. വചനം വായിക്കുന്നതിൽ യാതൊരു പിശുക്കും പിടിക്കരുത്. വളരെ ആത്മാർത്ഥതയോടെ ആഴമായി ഗ്രഹിക്കത്തക്കവണ്ണം ഹൃദയത്തെ നമ്മൾ ഏകാഗ്രമാക്കിക്കൊണ്ട് തിരുവചനം വായിപ്പാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലെ പല കാര്യങ്ങളും ഇത് സത്യമാണ്, ഇത് ശരിയാണ്, ഇത് തെറ്റാണെന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു. ദൈവവചനം പറയുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരു കാര്യത്തെയും ആ രീതിയിൽ ഏറ്റെടുക്കുവാൻ ഇന്നത്തെ മനുഷ്യൻ തയ്യാറല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന ഒരു യാഥാർത്ഥ്യം ഡോക്ടേഴ്സൊക്കെ തീരുമാനിച്ചതിന് ശേഷം അതിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതൊരു ഫാക്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. ട്രൂത്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ എഴുതുവാൻ കാരണമായത്. എന്നാൽ ഇന്ന് പല യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അങ്ങനെ സമ്മതിക്കുന്നില്ല. അവരുടെ ടീച്ചിങ് ആ രീതിയിലല്ല. സ്റ്റുഡൻസ് അറിയാതെ തന്നെ ഇന്നത്തെ ഫിലോസഫിയിലേക്ക് വീഴ്ത്തപ്പെടുകയാണ്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഗ്രഹിക്കുന്നില്ല, അവരുടെ ആശയത്തെ ട്വിസ്റ്റ് ചെയ്യുന്ന അനുഭവം. പ്രത്യേകമായ രീതിയിൽ ചിന്താ തരംഗങ്ങളെ ഈ സമൂഹത്തിന് അനുരൂപമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മണ്ഡലം പോലും. മേൻ ഈസ് ദ സെൻറ്റർ ഓഫ് ഓൾ തിങ്സ്. അതിന് നമുക്ക് ഹ്യൂമനിസം എന്ന് പറയാം. ദൈവമല്ല സെൻറ്റർ, മനുഷ്യനാണ് സെൻറ്റർ. അതിനെയാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ രീതിയിലേക്ക് ഇന്ന് തലമുറകൾ മാറ്റപ്പെടുകയാണ്. ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത് നാരോ മൈൻഡഡ്നെസ്സിൽ നിന്ന് വരുന്ന ഒന്നാണ് എന്ന് വിശേഷിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ട്രൂത്ത് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം ഒരു സ്നേഹവാനാണ് എന്ന് നമ്മൾ പറയുന്നു. അല്ല, യേശു പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. അതിനെ മാറ്റി ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്കുള്ളിൽ ഒരു മതാധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ ന്യൂസിലൊക്കെ ഞാൻ കേൾക്കുവാനിടയായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, there are many ways to God. ഒരു വലിയ ക്രിസ്തീയ സമൂഹത്തിൻ്റെ നേതാവ് പറയുകയാണ്, there are many ways to God. എന്നാൽ യേശു എന്താണ് പഠിപ്പിച്ചത്? I am the truth, I am the way, I am the life. അപ്പോൾ യേശു അതിനെ പറയുന്നത് താൻ ട്രൂത്താണ്. യേശുവാണ് പറയുന്നത്, ഞാനാണ് യാഥാർത്ഥ്യം, സത്യം. എന്നാൽ ഒരു മതാധ്യക്ഷൻ പറയുകയാണ്, there are many ways to heaven. അല്ലെങ്കിൽ സ്വർഗം പ്രാപിക്കാനായിട്ട് പല വഴികളുണ്ട്, അതിൽ ഒരു വഴി മാത്രമാണ് ക്രിസ്തു എന്നുള്ളതിനോട് ചേരുന്നു. ഈ ലോകത്തിൻ്റെ പഠിപ്പിക്കലിനോട്
അനുരൂപമായി തീരുന്നു ചില ക്രിസ്തീയ നേതാക്കൾ. അവരുടെ സ്വാർത്ഥ ലാഭത്തിനും പൊതുസമ്മതി നേടേണ്ടതിനുമായി സത്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഈ ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനോട് അനുരൂപമാകുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥകളെ നമ്മൾ ഇന്ന് കാണാൻ കഴിയുന്നു. നമുക്ക് വേറൊരു വേദഭാഗം വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ വാർദ്ധക്യത്തിലായപ്പോൾ അവസാനമായി എഴുതിയ ലേഖനമാണ് തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം. സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 4 നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതിൻ്റെ 2 തൊട്ടുള്ള വാക്യങ്ങൾ. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. കർണരസമായ ഒരു കാര്യമാണ് ഓൾ ദ റോഡ്സ് ലീഡ്സ് ടു റോം എന്ന് പഴയ കാലത്തൊരു പറച്ചിലുണ്ടായിരുന്നു. റോമാക്കാർ ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് ഏത് ഹൈവേയും ഡയറക്റ്റ് ചെയ്യുന്നത് റോമിലേക്കാണ്. അപ്പോൾ ഓൾ ദ റോഡ്സ് ലീഡ്സ് ടു റോം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ എല്ലാ വഴികളിലും കൂടെ കടന്നു ചെന്നെത്തുന്ന ഒരിടമല്ല സ്വർഗം. ഏത് വഴിയിലൂടെയും ചെന്നെത്തപ്പെടാവുന്ന ഒരു സ്ഥലമല്ല ദൈവം. ആ യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? യു നോ ഫ്രം ദ ചൈൽഡ്ഹുഡ്. നീ ചെറുപ്പം മുതലേ ഗ്രഹിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിൻ്റെ അമ്മയും വല്യമ്മയും ഒക്കെ ഈ സത്യം അറിഞ്ഞവരാണ്. അവരിൽ നിന്ന് നീ ഉപദേശം തിമോത്തിയെ നീ കേട്ടിട്ടുണ്ട്. നീ എന്നിൽ നിന്ന് വചനം പഠിച്ചിട്ടുണ്ട്. നീ എൻ്റെ കൂടെ നടന്ന ഒരു ശിഷ്യനാണ്. അതുകൊണ്ട് നീ കേൾക്കുകയും അഭ്യസിക്കുകയും ചെയ്ത യാഥാർത്ഥ്യങ്ങളിൽ നിലകൊള്ളുക എന്ന് തിമോത്തിയോസിനോട് ഉത്സാഹിപ്പിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ ഇത് പറയുന്ന ഒരു പദമുണ്ട്, സ്ക്രിപ്ചർ ഓഫ് ട്രൂത്ത്. ദൈവവചനം സത്യമാണ്, അതൊരു അഭിപ്രായമല്ല. ഇന്ന് ഈ സർക്കംസ്റ്റാൻഷ്യൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് മാറ്റപ്പെടുന്ന ഒന്നാണ് സത്യം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. 2 കൂട്ടിയാൽ 4, അതൊരു ട്രൂത്താണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യത്തെയും അങ്ങനെ ട്രൂത്ത് എന്ന് പറയാൻ ഇഷ്ടപ്പെടാത്ത കാലഘട്ടം, സർക്കംസ്റ്റൻസിനനുസരിച്ച് ട്രൂത്ത് തിരിയുന്നു, ഫിലോസഫി തിരിയുന്നു എന്ന് ചിന്തിക്കുന്ന കാലഘട്ടം. ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ദൈവം താൻ ആരാണെന്ന് കൽപ്പിക്കുന്നു. ദൈവം പറയുന്നു, ഞാനൊഴികെ മറ്റൊരു ദൈവവുമില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു, ഞാൻ ഒഴിച്ച് ദൈവം വേറെയില്ല. ആദ്യമേ പ്രസ്താവിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നടകൊള്ളുകയും ചെയ്യുന്ന പ്രവചനമെന്ന് ആളുകൾക്ക് തോന്നുകയും പിൽക്കാലത്തെ ചരിത്രമാകത്തക്കവണ്ണം യാഥാർത്ഥ്യത്തിലേക്ക് തിരിയത്തക്ക രീതിയിൽ സത്യത്തെ പ്രസ്താവിക്കുന്ന പ്രവചനം ഉദ്ധരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ തുലവും കുറവ് ഇല്ലെന്ന് തന്നെ പറയാം. എന്നാൽ ദൈവവചനം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. അത് 2500 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞെങ്കിൽ അതിന്ന് സ്ഥാപിതമാകും. ഇസ്രായേലിൻ്റെ കാര്യം പറയുന്നത് തന്നെ ആളുകൾക്ക് ദേഷ്യമാണ്. എന്നാൽ ഒരു യാഥാർത്ഥ്യമുണ്ട്, ലോകത്തിൻ്റെ ഘടികാരമായിട്ട് ഇന്ന് ഇസ്രായേൽ നിലകൊള്ളുന്നു. പലപ്പോഴും ഞാൻ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ തന്നെ 1900-ൽ പരം വർഷങ്ങൾ സ്വന്തമായിട്ടൊരു രാഷ്ട്രമില്ലാതിരുന്നവർക്ക് ദൈവം 2600 വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്താവിക്കുകയാണ്, നിങ്ങൾ ചിതറപ്പെടും, ഞാൻ നിങ്ങളെ കൂട്ടിച്ചേർക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമുണ്ടെന്നുള്ളതിന് തെളിവാണത്. ഇസ്രായേലിൻ്റെ ചരിത്രം 1900-ൽ പരം വർഷം എന്ന് പറഞ്ഞാൽ
എക്സാക്ട്ലി പറഞ്ഞാൽ AD 70 മുതൽ 1948 വരെ ഒരു രാഷ്ട്രമില്ലാതിരുന്നവർക്ക് 1948 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വന്തമായി ഒരു രാജ്യമുണ്ടായി എന്നും അവരുടെ മാതൃഭാഷ 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഭാഷയായ എബ്രായ ഭാഷ തന്നെ അവരുടെ മാതൃഭാഷയാകുകയും ചെയ്തു എന്നുള്ളത് ദൈവം ഉണ്ടെന്നുള്ളതിന് തെളിവാണ്. ചിതറപ്പെട്ടിട്ടും തകർക്കപ്പെട്ടിട്ടും ഇന്നും സ്ഥിതി ചെയ്യുന്ന ആ ജനസമൂഹം ദൈവം പ്രവചിക്കുന്നു, പറയുന്നു. ദൈവത്തിനതൊന്നും പ്രവചനമല്ല, വരാനുള്ളതിനെ മുന്നമേ അറിയുന്നവനാണ് ദൈവം. ഹിസ്റ്ററി പോലെ തന്നെ ചരിത്രത്തെ കാണുന്ന ദൈവം മുന്നമേ പ്രസ്താവിക്കുകയും കാര്യങ്ങൾ അവണ്ണം നിറവേറുകയും ചെയ്യുന്നു. കർത്താവിന് തുല്യനായി മറ്റാരുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരെന്ന് ദൈവവചനം പറയുന്നു, അതാണ് സത്യം. ഞാനൊഴികെ മറ്റൊരു ദൈവമില്ല. വിഗ്രഹങ്ങൾ കാണും, ദൈവങ്ങളെന്ന് പേരുള്ളവർ കാണും, എന്നാൽ ഞാൻ അവരെ അറിയുന്നില്ല, ഞാനൊഴികെ മറ്റൊരു ദൈവവുമില്ല എന്നാണ് യഹോവയുടെ ഡിക്ലറേഷൻ. നാം നമ്മെ തന്നെ ഗ്രഹിക്കണം. നാം ദൈവമാരെന്നറിയണം, ആ ട്രൂത്ത്. സൃഷ്ടിതാവായ ദൈവം, സ്നേഹവാനായ ദൈവം. നാം നമ്മെ അറിയണം. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ജനതതി, ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യജാതി, നാം വിശേഷതയുള്ളവരാണ്. എന്നാൽ നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ ആദം ഹവ്വമാർ തെറ്റ് ചെയ്തതുകൊണ്ട് മനുഷ്യൻ പാപത്തിൽ വീണു എന്നുള്ളത് സത്യം. എന്നാൽ അവനൊരു രണ്ടാമത് ജീവിതം ആത്മീയമായി നൽകിയവനാണ് ദൈവം. അതെങ്ങനെ? കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടവരാണ് വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾ. അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്നുകൊണ്ട്, മരണത്തെ പേടിക്കാതെ അവസാനത്തുള്ള രക്തം വരെ മനുഷ്യനായി കടന്നു വന്ന് നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് സകലതും നിവൃത്തിയായി മാനവരക്ഷയ്ക്ക് എന്ന് ഉറച്ചുകൊണ്ട് ജീവൻ തന്ന കർത്താവ് നമ്മുടെ രക്ഷിതാവായിട്ടുണ്ട്. അവൻ്റെ ജീവൻ തന്ന് തന്നേക്കാൾ അധികം നമ്മെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തെ പ്രദർശിപ്പിക്കപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ജന്മം പ്രാപിച്ചവരാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൻ്റെ സൈറ്റിൽ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിനെ കെയർ ചെയ്യുന്നവനാണ് കർത്താവ്. നമ്മുടെ കണ്ടീഷൻ ഒരുപക്ഷെ രോഗമായിരിക്കാം, മാനസിക സംഘർഷങ്ങളായിരിക്കാം, സാമ്പത്തിക പ്രതികൂലമായിരിക്കാം, ശത്രുക്കളാലുള്ള ഭയമായിരിക്കാം, എന്ത് തന്നെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്. ഈ ബോധ്യം ഉള്ളവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കണ്ടാലും ലോകാവസാനത്തിൻ്റെ വരെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന കർത്താവിൻ്റെ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രശ്നങ്ങളെ ഫിക്സ് ചെയ്യാൻ കർത്താവ് മതിയായവനാണ്. എനിക്ക് വേണ്ടി ജീവൻ തന്ന രക്ഷിതാവിന് എൻ്റെ ആവശ്യത്തെ നിറവേറ്റാൻ ഹിതമുള്ളവനാണ്, മനസ്സുള്ളവനാണ്. ഏത് പ്രതികൂലമെന്ന് തോന്നുന്ന വിഷയത്തെയും വിജയപൂർവ്വം നടത്താൻ കർത്താവ് മതിയായവനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച ഒരു കാര്യമാണ് ഈ പൗലോസിൻ്റെ ജീവിതം. പൗലോസിന് വേദനയുണ്ട്, രോഗമുണ്ട്, വലിയ ദർശനങ്ങൾ കാണുന്നു, 3-ാം സ്വർഗം വരെ എടുക്കപ്പെടുന്നു, അവിടുത്തെ ദർശനങ്ങൾ കാണുന്നു. മനുഷ്യരോട് പ്രസ്താവിക്കാൻ കഴിയാത്തതും മനുഷ്യനെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ കാര്യങ്ങളെ ദർശിച്ചവനാണ് പൗലോസ്. ആ പൗലോസിനോട് പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ കൂടെ ഇരുന്ന് സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. കാരണം ദൈവം നമ്മെ ഒറ്റയ്ക്ക് വിടത്തില്ല, എപ്പോഴും കൂടെയുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തെ നാം അഭിമുഖീകരിച്ചാലും ഒരു ദൈവ പൈതലിൻ്റെ ഉറപ്പെന്താണ്? ഞാൻ ഒറ്റയ്ക്കല്ല, ഈ അഖിലാണ്ടങ്ങളെ നിർമ്മിച്ചവൻ എൻ്റെ കൂടെ ഉണ്ട്, എന്നിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നമ്മൾ 2 തിമോത്തി 4:2 ഇങ്ങനെ വായിക്കുന്നേ, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പദ്യോപദേശം പൊറുക്കാതെ
കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നു. ലോകത്തിൽ നിന്ന് എവിടെ നോക്കിയാലും കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ, സ്വന്തം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ. ദൈവവചനം പറയുന്നത് നീ സത്യം പ്രസ്താവിക്കണം. ദൈവവചനത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും സന്ധി മജ്ജകളെ തുളച്ച് കയറി ചെല്ലുവാണ്ടക്കവണ്ണം കഴിവുള്ളതുമായ ഒന്നാണ് ദൈവവചനം. ഈ ദൈവവചനത്തിന് പവറുണ്ട്. അതിന് നമ്മെ ഹീൽ ചെയ്യുവാൻ കഴിവുള്ളതാണ്. അതിന് നമ്മുടെ മാനസിക അസ്വസ്ഥതകളെ മാറ്റി സമാധാനത്തെ തരുവാൻ പര്യാപ്തമാണ്. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവ പൈതലും ദൈവത്തെ സാക്ഷീകരിക്കണം. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കാനാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുപോലെ സകല ദീർഘക്ഷമയോടും കൂടെ ഉപദേശിക്കണം. ദീർഘക്ഷമ. ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ അവൻ ഇന്ന് സുവിശേഷം പറഞ്ഞ് നാളെ രക്ഷിക്കപ്പെടും, അല്ലെ ഇപ്പം തന്നെ രക്ഷിക്കപ്പെടുമെന്ന് ചിന്തിക്കരുത്. ദീർഘക്ഷമയോടെ വചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കണം. വചനം അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ വായിലൂടെ ആത്മാവിൻ്റെ നിറവോടും നിയന്ത്രണത്തോടും കൂടെ നമ്മൾ ദൈവവചനം പ്രസ്താവിച്ചാൽ അതൊന്നുകിൽ അവർ രക്ഷയ്ക്കായി പരിവർത്തനം ചെയ്യും, അതല്ലെങ്കിൽ ന്യായവിധിക്കായി പരിവർത്തനം ചെയ്യും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിൻ്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മേലെറിയുക, ഏറിയ നാളുകൾക്ക് ശേഷം നീ അതിനെ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ നിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ചില കാര്യങ്ങൾ ദൈവം ഉദ്ദേശിച്ച കാര്യം സാധിപ്പിച്ച് മാത്രമേ ദൈവവചനം മടങ്ങി വരൂ. അതിന് പവറുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവവചനം റിയലാണ് എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. അപ്പോൾ അവിടെ പറയുന്ന ചില വാക്കുകൾ, സകല ദീർഘക്ഷമയോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇതൊക്കെ കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളാണ്. ആർക്കാ പ്രബോധനം കേൾക്കേണ്ടത്? ആർക്കാ തർജ്ജനം കേൾക്കേണ്ടത്? ആർക്കാണ് ശാസന കേൾക്കേണ്ടത്? ആർക്കും ഇഷ്ടമല്ല. എന്നാൽ ദൈവവചനം പറഞ്ഞ് നീ ഇതൊക്കെ ചെയ്യണം. ദീർഘക്ഷമയോടുകൂടെ കർണരസമാകുമാറല്ല ദൈവവചനം സുവിശേഷിക്കേണ്ടത്, ഉള്ളതുപോലെ യാഥാർത്ഥ്യപൂർവ്വം സുവിശേഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. ദൈവം സത്യവൻ. ഐ ആം ദ ട്രൂത്ത്. യേശു പറഞ്ഞു, സത്യത്തിൻ്റെ പേഴ്സോണിഫിക്കേഷൻ നമുക്ക് കാണണോ? ക്രിസ്തുവിനെ നോക്കുക. സത്യം, ഐ ആം ദ ട്രൂത്ത്. ജീവൻ്റെ പേഴ്സോണിഫിക്കേഷൻ യേശുവാണ്. യേശു പറഞ്ഞു, ഐ ആം ദ ലൈഫ്. പ്രൈസ് ദ ലോർഡ്. ആ യേശു പറയുകയാണ്, ദോസ് ഹു ഹാവ് സീൻ മീ ഹാവ് സീൻ ദ ഫാദർ. പ്രൈസ് ദ ലോർഡ്. ഞാനും പിതാവും ഒന്നാണ്. നിങ്ങൾക്ക് സത്യം അറിയണോ? എന്നെ ദർശിക്കണം. ഹല്ലേലൂയ. നമ്മൾ സ്വന്തം മോഹങ്ങൾക്കനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വേണം ദൈവവചനത്തെ ഏറ്റെടുക്കുവാൻ. എന്നാൽ ആശയങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് റിനെ ഡെസ്കാർട്ട്സ് എന്ന് പറയും. അദ്ദേഹം വലിയ ആശയങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ എന്നെ അറിയണം എങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്താൻ സാധിക്കൂ. അതാണ് ഡെസ്കാർട്ട്സിൻ്റെ പഠിപ്പിക്കൽ. ഞാനിത് ഒത്തിരിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും പറയാൻ സമയം എടുക്കാറില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അതുകൊണ്ട് വലിയ ആര് പറഞ്ഞു എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് ദൈവവചനത്തിനാണ് പ്രാധാന്യം. എന്നാൽ ഇയാൾ പറഞ്ഞ കാര്യങ്ങളെ ജോൺ ലോക്ക് എന്ന് പറയുന്ന ആൾ അല്പം വ്യത്യാസപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, നോളജ് കംസ് ഫ്രം എക്സ്പീരിയൻസ്. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് നോളജ്. അതിനകത്ത് കുറേയൊക്കെ യാഥാർത്ഥ്യമുണ്ടെങ്കിലും ദൈവം പറയുന്നതാണ് ശരിയായിട്ടുള്ള നോളജ്. അത് കഴിഞ്ഞ് ഇമ്മാനുവേൽ കാന്റ് എന്ന് പറയുന്ന ആൾ പറഞ്ഞു, നിനക്ക് ലോജിക്കും വേണം എക്സ്പീരിയൻസും വേണം. അതാണ് യഥാർത്ഥ അറിവ്. ലോജിക്ക് വേണം, എക്സ്പീരിയൻസ് വേണം. അത് പറഞ്ഞ് അതിനുശേഷം ജോർജ് ഹേഗൽ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, അങ്ങനെയല്ല,
ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് പോലെയാണ്. ആ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകം, ആ ദ്രാവകത്തിന് മൂവ്മെൻ്റ് ഉണ്ടാകുക. അപ്പോൾ റിയാലിറ്റി ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. അതിനെയാണ് റിയാലിറ്റി കോൺസ്റ്റൻ്റ് അല്ല എന്നുള്ള പഠിപ്പിക്കലാണ് ഫെഡറിക് നീച്ചെ എടുത്തത്. അവരൊക്കെ നിരീശ്വരവാദത്തിലേക്ക് പോയി. ജോൺ അതുപോലെ കാൾ മാർക്സ് ആ ആശയത്തെ ഏറ്റെടുത്തു. അതിനുശേഷം മെറ്റാ മോഡേണിസം എന്നും പറഞ്ഞൊരാശയമുണ്ട്, ഏറ്റവും നവീന ആശയം. എന്ന് പറഞ്ഞാൽ absolutely there is no absolutes. ആബ്സല്യൂട്ട്സ് എന്നുള്ള ഒരു ചിന്തയില്ല, കാരണം അതിനെല്ലാം ഡൈവേർഷൻ ഉണ്ടാകാം എന്നുള്ള പഠിപ്പിക്കൽ. ഇങ്ങനെയുള്ള നൂതനങ്ങളായ പല പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഈസ് ദ ന്യൂ ട്രൂത്ത്. അൺസർട്ടൻ ഈസ് ദ ട്രൂത്ത്. നീ എങ്ങനെ ഫീൽ ചെയ്യുന്നു അതാണ് ട്രൂത്ത് എന്നുള്ള പഠിപ്പിക്കലാണ് മോഡേൺ ആശയം. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജുകളിലൂടെ നമ്മൾ പോകുമ്പോൾ പഠിക്കലിലൂടെയും പഠിപ്പിക്കലുകളിലൂടെയും ഈ ചിന്താഗതികൾ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഒരാളിനെ ആ രീതിയിലേക്ക് വാർത്തെടുക്കുന്നു അവൻ അറിയാതെ. He doesn't know that he was transformed in thinking that there is no absolutes എന്നുള്ള ചിന്തയിലേക്ക് അവൻ വരികയാണ്. എന്നാൽ വചനത്തിൻ്റെ പഠിപ്പിക്കൽ അങ്ങനല്ല. വചനം പഠിപ്പിക്കുന്നത് എന്താണ്? വചനത്തിന് മാറ്റമില്ല. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം പറയുന്നത് അബ്സല്യൂട്ടാണ്. ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്, എന്നിലൂടെ കടക്കുന്നവൻ നാരോ പാത്തിലൂടെയാണ് കടക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ സ്വർഗത്തിലേക്കുള്ള ഏക വഴി. എല്ലാ വഴികളും റോമിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ എല്ലാ മതങ്ങളും എല്ലാ ഡോക്ട്രിൻസും ദൈവത്തിൽ എത്തിക്കുന്നു എന്നുള്ള ചിന്താഗതി അബ്സല്യൂട്ട് റോങ് ആണെന്ന കർത്താവ് പഠിപ്പിച്ചേ. There is some realities. അതുകൊണ്ടാണ് കർത്താവ് ഉറപ്പിച്ച് പറഞ്ഞത് ഐ ആം ദ ട്രൂത്ത്. നിങ്ങൾ ട്രൂത്ത് എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ പ്രയാസപ്പെടുന്നുണ്ടോ, വ്യാകുലപ്പെടുന്നുണ്ടോ? ഐ ആം ദ ട്രൂത്ത്. നമ്മുടെ കർത്താവ് പോസ്റ്റ് പ്രസ്താവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യഹൂദന് ദൈവം വാഗ്ദത്തം ചെയ്തത് എന്താണ്? പാരഡൈസാണ്. ആദമിന് ലൂസ് ചെയ്തത് പാരഡൈസ്. പ്രൈസ് ദ ലോർഡ്. ആദമിന് അതാ കൊടുക്കുന്നത്. എന്നാൽ എനിക്കും നിങ്ങൾക്കും കിട്ടുന്നത് പാരഡൈസ് അല്ല. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്, ഇറ്റേണിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അത് യാഥാർത്ഥ്യമാണ്, കേവലം ഒരു മിത്തല്ല. കാരണം ട്രൂത്തായിരിക്കുന്നവൻ, ഐ ആം ദ ട്രൂത്ത് എന്ന് ഉര ചെയ്തവൻ ഒരു ട്രൂത്ത് പ്രസ്താവിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിനൊരു പ്യുവർ ഡോക്ട്രിനുണ്ട്, ഒരു ടീച്ചിങ് ഉണ്ട്. ആ ഡോക്ട്രിൻ എന്താണ്? ദൈവം തൻ്റെ പുത്രൻ്റെ എക്സ്പെൻസിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി തന്നുകൊണ്ട് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി നമുക്ക് വേണ്ടി താൻ ഒരു വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ പേരാണ് സ്വർഗം. ഹല്ലേലൂയ. രണ്ടാമത്, ദൈവവചനത്തിലൊരു കമാൻഡ് ഉണ്ട്. കമാൻഡ് പറയുകയാണെങ്കിൽ അൺസ്റ്റേബിൾ ആകാനൊക്കത്തില്ല, അത് സ്റ്റേബിൾ ആയിരിക്കണം. ദൈവവചനം സ്റ്റേബിളാണ്, അത് കമാൻഡ് തരുന്നു, എൻ്റെ ഡ്യൂട്ടി എന്നെ അറിയിക്കുന്നു. എൻ്റെ ഡ്യൂട്ടി എന്താണ്? ക്രിസ്തുവിനെ ഞാൻ പ്രദർശിപ്പിക്കുന്നവനായിരിക്കണം. കേവലം ഒരു ഫിലോസഫി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയല്ല. അത് മൂവ് ചെയ്യുന്ന അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നല്ല. ദൈവം പറയുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ക്രിസ്തയേശുവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കുവാൻ നമുക്കിടയാകണം. നമ്മുടെ സ്വന്തം കഴിവിൽ അത് നടക്കില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കത് ചെയ്യാൻ കഴിയില്ല.
ദൈവത്തിൻ്റെ ആത്മാവിനാൽ, വചനത്തിൻ്റെ നിയന്ത്രണത്താൽ, കമാൻഡ്സ് ദൈവവചനത്തിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. ഹല്ലേലൂയ. അതുപോലെ ദൈവം പ്രോമിസസ് തരുന്നവനാണ്. ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീലത്ത് thee എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നാം ദീർഘായുസ്സായി ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന് തിരിഹിതമാണെങ്കിൽ അത് നിറവേറാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും. അത് ശാരീരികമായി മാത്രമല്ല, മാനസികമായും. ശരീരത്തെക്കാൾ ക്ഷീണിച്ചിരിക്കുന്ന മാനസിക അവസ്ഥകളുണ്ട്, പക്ഷെ ആരും കാണാത്തത് കൊണ്ട് ആർക്കും അറിയത്തില്ല. രോഗമുള്ളവരുടെ രോഗം കാണും. അതിനേക്കാൾ വേഴ്സായിട്ടുള്ള മാനസിക നില ആരും അറിയുന്നില്ല. ആത്മാവിൻ്റെ സ്റ്റേജും ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഒരു നല്ല ഉടുപ്പും കോട്ടുമൊക്കെ ഇട്ട് നടന്നാൽ ആരും കൊള്ളാം, കുഴപ്പമില്ല. എന്നാൽ ശരീരത്തിന് ഉള്ളതുപോലെയുള്ള ബലഹീനത മനസ്സിലുണ്ടാകുമെങ്കിൽ, ആത്മാവിന് സംഭവിക്കുമെങ്കിൽ, അതിൽ നിന്ന് ഹീൽ ചെയ്ത് നമ്മളെ ആരോഗ്യമുള്ളവരാക്കി തീർക്കുവാൻ ദൈവ വചനത്തിന് പ്രാപ്തിയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ചെയ്യുന്നത് എപ്പീസൽസിലൂടെ, എൻ്റെ പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു. ദൈവത്തിൻ്റെ ഇച്ഛ എന്താണ്? നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ ശുഭതയുള്ളതായിരിക്കണമെന്നാണ്. ദൈവഹിതപ്രകാരം നാം യാചിച്ചാൽ അത് നൽകാമെന്ന് ദൈവത്തിന് വാഗ്ദത്തമുണ്ട്. അപ്പോൾ ദൈവ തിരുഹിതാനുസരണം എൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ്, ഇതിൻ്റെ മച്യൂരിറ്റി, അതിൻ്റെ വളർച്ച എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് നൽകും. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കഴിഞ്ഞകാല സംഭവങ്ങളെ ഹിസ്റ്ററിയാക്കി തീർത്തു. ക്രിയേഷൻ ഇന്ന് ഹിസ്റ്ററിയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു, വേർതിരിച്ചു. നിന്നിലൂടെ ഞാൻ എൻ്റെ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങളെ കണ്ടെടുത്തുകൊണ്ട് ഒരു അനുഗ്രഹമാക്കിയതുപോലെ നിന്നാൽ ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടി ക്രിസ്തേശുവിലൂടെ മാനവരാശിക്ക് രക്ഷ നൽകി. ഇന്നതൊരു ചരിത്രമായി മാറിയിരിക്കുക. ഹല്ലേലൂയ. ഇനിയും സംഭവിപ്പാൻ ഏതെങ്കിലും പ്രവചനങ്ങളുണ്ടെങ്കിൽ അത് എത്രയും സമീപഭാവിയിൽ നിറവേറും. കർത്താവിൻ്റെ രണ്ടാം വരവ്, മടങ്ങി വരവ്, അതൊക്കെ എത്രയും വേഗം സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. കർത്താവ് പല വാണിങ്ങുകൾ വചനത്തിലൂടെ തന്നിട്ടുണ്ട്. ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ, നിങ്ങൾ എൻ്റെ വഴി പ്രമാണിച്ച് നടന്നാൽ അനുഗ്രഹവും നന്മയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. വഴി വിട്ടുമാറിയാൽ ശാപം ഉണ്ടാകുമെന്ന് പറയുന്നു. നമ്മളാരെയും ശപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാവിൽ നിന്ന് ശാപത്തിൻ്റെ വാക്കുകൾ വരാൻ പാടില്ല. ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുവാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുകയെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ എന്ന കർത്താവ് വചനത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിന് മാറ്റം വരുത്താൻ ദൈവം ഉദ്ദേശിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഡെവലപ്മെൻറ്റ്സ് മാത്രമല്ല. അതൊക്കെ ഉപയോഗിച്ചെന്ന് വരാം ഒരു പരിധി വരെ. എന്നെയും നിങ്ങളെയുമാണ് മനുഷ്യരാശിയിൽ, മനുഷ്യ ജീവിതങ്ങളിൽ വ്യതിയാനം വരുത്തുവാൻ ദൈവം ഉദ്ദേശിക്കുന്ന ഘടകം. വീണ്ടെടുക്കപ്പെട്ട മക്കൾ ദൈവത്തോടുകൂടെ അനുരൂപരായിരിക്കുന്നു, അവനുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 24, അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 13, ലൂക്കോസിൻ്റെ സുവിശേഷം 24, ഈ അധ്യായങ്ങളിലൂടെ എല്ലാം കർത്താവ് പ്രതിപാദിക്കുന്ന ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ മടങ്ങി വരവാണ്. അതുപോലെ പ്രാധാന്യമുണ്ട്. ഈ ദൈവവചനത്തിലെ 4/1 കൂടുതൽ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് പ്രവചനങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് ഏതാണ്ട് 300 പ്രവചനങ്ങളുണ്ടായിരുന്നു. അവൻ ഏത് ഗോത്രത്തിൽ ജനിക്കണം, ഏത് സ്ഥലത്ത് ജനിക്കണം, ആരവനെ ഒറ്റിക്കൊടുക്കണം, അവന് എത്ര വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കണം, അവൻ മരിച്ചാലും മരിച്ചാൽ അവൻ ധനവാന്മാരുടെ ശവക്കല്ലറയിൽ അടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കും. ഇതുപോലെ 300-ൽ പരം പ്രവചനങ്ങളെല്ലാം എഴുതി വെച്ചു. അതെല്ലാം വണ്ണം നിറവേറി. അതിൽ കൂടുതൽ പ്രവചനങ്ങൾ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അക്ഷരാർത്ഥത്തിൽ അതുപോലെ നിറവേറും.
കർത്താവ് വേഗം വരും. ആ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്ക് ജാഗ്രതയോടുകൂടി ഇരിക്കാം. പ്രാർത്ഥനയിൽ മുന്നേറാം, വചനധ്യാനത്തിൽ മുന്നേറാം, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാം, ദൈവിക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം. ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ നമുക്ക് കൂടുതലായി ശ്രമിച്ചുകൊണ്ട് ആത്മീയത്തിൽ മുന്നേറാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.